ക്രിസ്തുവിൽ പ്രിയരെ, ഇന്ന് ഉയർപ്പ് കാലം 5-ാം ഞായറാഴ്ചയാണ്. ഇന്നത്തെ സുവിശേഷ വായന ദൈവശാസ്ത്രമായ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ 3 വാഗ്ദാനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമതായിട്ട് സ്വർഗരാജ്യം. മരണത്തിനും അപ്പുറം നമ്മുടെ ആത്മീയ യാത്ര തുടരുന്നതിനായി ദൈവം ഒരു സ്ഥലം ഒരുക്കിയിരിക്കുന്നു. ആ സ്ഥലത്തിന്റെ സ്വഭാവം നമുക്ക് വ്യക്തമല്ല. പക്ഷേ മറ്റൊരു നല്ല പദം ഇല്ലാത്തതിനാൽ നാം അതിനെ സ്വർഗം എന്ന് വിളിക്കുന്നു. അത് അനുഗ്രഹീതരുടെ ലോകമാണ്. ദൈവത്തിന്റെ നിത്യലോകം നമുക്ക് കൽപ്പിക്കാനാവുന്നത് പോലെയുള്ള ഒന്നല്ല. അത് പൂർണ്ണമായും വ്യത്യസ്തമായ നിലയിലായിരിക്കും. വാസസ്ഥലം എന്നത് ദൈവം സന്നിഹിതനായിരിക്കുന്ന ഇടമാണ്. അത് എല്ലായിടത്തും എല്ലാ വെല്ലുവിളിയുമുള്ള സാഹചര്യങ്ങളിലും തന്നെയുമുണ്ട്. ദേശീയവും അന്താരാഷ്ട്രപരവുമായ കലഹങ്ങളാൽ നിറഞ്ഞ ഈ കഠിനമായ ലോകത്തും അത് നിലനിൽക്കുന്നുണ്ട്. നാം മരിച്ച ശേഷം അനുഭവിക്കുന്ന ആ മധുരമുള്ള കാലം അതുപോലെ തന്നെയാണ്. സങ്കീർത്തനം 31 പറയുന്നത് പോലെ ദൈവം നമ്മുടെ കോട്ടയാണെന്നും നമ്മുടെ കാലങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലാണെന്നും നാം വിശ്വസിക്കണം. രണ്ടാമതായിട്ട് ദൈവപിതാവും യേശുവും ആത്മാവിൽ ഒന്നാണ്. യേശു ദൈവത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ പൂർണ്ണമായി വസിക്കുന്നു. ദൈവത്തിൻ്റെ ദർശനത്തെ പ്രതിഫലിപ്പിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവം യേശുവിൽ വസിക്കുന്നു, കൂടാതെ യേശു നമ്മിലും വസിക്കുന്നു. എല്ലാം ദൈവത്തിൽ, ദൈവം എല്ലാറ്റിലും. ഈ ആത്മീയതയ്ക്ക് ഭൗതിക ശാസ്ത്രപരമായും ആത്മീയവുമായ അർത്ഥങ്ങളുണ്ട്. യേശുവും പിതാവും പരസ്പരം അനുഭവപരമായി ഒന്നിനൊന്ന് നിറയ്ക്കുന്നവരാണ്. ഇത് ത്രിത്വത്തിൻ്റെ പൂർണ്ണ വിവരം നൽകുന്നില്ലെങ്കിലും ത്രിത്വ ചിന്തയിൽ പരസ്പര ബന്ധത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നു. യേശുവിലേക്ക് തിരിഞ്ഞ് അവൻ്റെ പാതയിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മിലൂടെ ഒഴുകുന്നത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. കൂടാതെ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുവാനും കഴിയും. ദൈവം എല്ലാറ്റിലുമുണ്ട്, നമ്മിലും. ലോകത്തിലെ ഏറ്റവും ചെറുതായി കണക്കാക്കപ്പെടുന്നവരിലും എല്ലാം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അവസാന വാഗ്ദാനം ഇതാണ്: ക്രിസ്തുവിലൂടെ നമുക്ക് ചിന്തിക്കാനാകുന്നതിലും വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. ഈ വലിയ കാര്യങ്ങൾ എന്നതിൻ്റെ സ്വഭാവം വ്യക്തമായിട്ടില്ല. യേശു രോഗികളെ സൗഖ്യമാക്കുവാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും മനുഷ്യ ജീവിതത്തിൻ്റെ സാധാരണ പരിധികളെ അതിക്രമിക്കാനും കഴിയുമെന്നാണ് ഉദ്ദേശിക്കുന്നതോ ആയിരിക്കാം. ക്രിസ്തുവിനോട് ചേർന്ന് നിന്നാൽ ജീവിതത്തിൽ ഉയർപ്പ് സാധ്യമാണ്. ഊർജ്ജസ്വലമായ രോഗശാന്തിയും സാധ്യവുമാണ്. മിസ്റ്റിസവും സാധ്യവുമാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. യേശു വള്ളിയെയും ശാഖകളെയും കുറിച്ച് സംസാരിക്കുന്നു. ദൈവവള്ളിയോട് നാം ബന്ധിക്കപ്പെടുമ്പോൾ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുവാനും ധാരാളം ഫലം കായ്ക്കാനും കഴിയും. യേശുവിനോട് ചേർന്നാൽ നാം ഇരുളിൽ നിന്ന് അത്ഭുതകരമായ വെളിച്ചത്തിലേക്ക് കടക്കുന്നു. കൂടാതെ അവൻ്റെ ശക്തി ലഭിക്കുന്നു. അവൻ്റെ സ്നേഹത്തിൻ്റെ ഊർജം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കാൻ കഴിയും. ദൈവത്തിൻ്റെ പ്രചോദനവുമായി ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാനാകുന്നതിലും വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ ദർശനവുമായി ഏകീകരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടാകും. ദേശീയ പ്രതിസന്ധിയും ദിവസേനയുള്ള കലഹങ്ങളും നിറഞ്ഞ ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സുഹൃത്തുക്കളുമായി സ്നേഹബന്ധം കണ്ടെത്താം. അനീതിക്കെതിരെ ശബ്ദമുയർത്താം. വാർത്തകളിൽ കാണുന്നവർക്കായി ആത്മാർത്ഥമായിട്ട് ദാഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതശൈലി പരിശോധിക്കാം. രാഷ്ട്രീയം, സാമ്പത്തികം, ആത്മീയത എന്നിവയിൽ പുതിയ വഴികൾ നമുക്ക് അന്വേഷിക്കാം. യേശുവിൻ്റെ പാത ഒരു ക്ഷണമാണ്.
യേശു ആരെയും രക്ഷയുടെ പാതയിൽ നിന്ന് തടഞ്ഞിട്ടില്ല. അവനെ ക്രൂശിച്ചവർക്ക് പോലും ക്ഷമ ലഭിച്ചു. ദൈവത്തിന്റെ വെളിച്ചം എല്ലാവരെയും ചുറ്റിപ്പറ്റിയിരിക്കുന്നു. ദൈവം വഴിയില്ലാത്തിടത്ത് വഴി ഉണ്ടാക്കുന്നു. ദൈവം സൃഷ്ടിയെ മുഴുവനും സമ്പൂർണതയിലേക്ക് നയിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഈ വഴി അത്യാവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും പുതിയ ദർശനങ്ങളിലേക്ക് നയിക്കുന്ന വഴി. ദൈവം നമുക്ക് സമീപം തന്നെയുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും ലോകത്തിലേക്ക് പ്രകാശമായി പരക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.